ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ അമ്മേ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ താറാവ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യമായിട്ടാണ് താറാവ് ബിരിയാണി ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവരും ആയോ, നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിനും ഉള്ളതൊക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ നിന്ന്. പിന്നെ അരി ഇവിടെ അളന്ന് നമ്മൾ കഴുകി വൃത്തിയായി കഴുകി നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിയാം. ഇവിടെ താറാവ് ഞങ്ങൾ കറിയായിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താറാവ് ബിരിയാണിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. ഇവിടെ താറാവ് കറിയായിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ താറാവ് സെപ്പറേറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താറാവ് മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താറാവ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് പാത്രമൊക്കെ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്. തീയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, കൂടരുത്. നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക്. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടയണം, ആ രൂപത്തിൽ വേണം നമുക്ക് കിട്ടാൻ. അതിനുശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ നന്നായി ചൂടായി വരണം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മൾ മസാല പറ്റി വെച്ച താറാവ് നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, നമുക്ക് എത്ര ചാറാണ് വേണ്ടത് അത്ര വെള്ളം നമ്മൾ ഒഴിക്കുക. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ എണ്ണയും നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ പട്ട ഗ്രാമ്പൂ അങ്ങനെ എല്ലാം ഇടുക. അതിന് ശേഷം നമ്മൾ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി നമുക്ക് ഇളക്കാം. അതിൻ്റെ ഇടയ്ക്കൂടെ താറാവ് നോക്കണം, അടി പിടിക്കാതെ നോക്കണം. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ വെന്ത ശേഷം നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇവിടെ താറാവ് തിളച്ച ശേഷം നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ നന്നായി ഇളക്കുക. എന്നിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരി വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് തിളച്ച ശേഷം ഇടാം. ഇവിടെ ഞങ്ങൾ അരിയാണ് ആദ്യം ഇടുന്നത്. അരിയൊക്കെ നന്നായി ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ഒരു കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ താറാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി റെഡി ആയിട്ടുണ്ട്. നല്ല ചാറോട് കൂടി റെഡി ആയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ബിരിയാണിയും താറാവ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളുടെ താറാവ് കറിയും ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.